ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു നിമിഷത്തേക്ക് സ്റ്റക്കായിപ്പോയി വൈജയും ബാക്കിയുള്ളതുങ്ങളും എല്ലാം അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക. ബാലൻ വണ്ടിയെടുത്ത് പറപ്പിച്ചുകൊണ്ട് പോരും കേട്ടോ. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിളവ് വീണു വൈജയ്ക്ക്. അയ്യോ കൃഷ്ണമോള് എന്നും പറഞ്ഞു പിന്നാലെ ചെല്ലുക. രാജുവേട്ട കൃഷ്ണമോളും കൂടെ കയറിപ്പോയി, ആരെങ്കിലും കൂടെ ചെന്ന് നോക്ക്, ഹരി ഒന്ന് നോക്കണോ, രോഹി ഒന്ന് പോയി നോക്കണോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഒച്ച വയ്ക്കുമ്പോൾ വെറുതെ എന്തിനാ അവരുടെ പിന്നാലെ പോകുന്നത്, അവൾ അവരുടെ അച്ഛൻ്റെ പിന്നാലെയല്ലേ പോയിരിക്കുന്നത്, അവളെ അന്യരാരും പിടിച്ചോണ്ട് പോയതല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ രോഹി ഒന്ന് പോയി നോക്കട്ടെ അച്ഛല് പോടാന്ന് പറഞ്ഞു രോഹിത്തിനെ പറഞ്ഞു വിടുക. അമ്മ ഉന്തി തള്ളി പറഞ്ഞു വിട്ടപ്പോൾ മോൻ ചെന്ന് ഗേറ്റിൽ നിന്ന് എത്തി വലിഞ്ഞ് നോക്കിയപ്പോൾ ആട് കിടന്നിടത്ത് കൂടെ പോലും ഇല്ല. അവരെ വണ്ടി കൊണ്ട് അവർ പോയില്ലേ. ആ സമയത്ത് ഓടിച്ചെന്നിട്ട് അവർ പോയമ്മയെന്ന് രോഹിത്ത് പറയുക. എല്ലാവരും ഇങ്ങനെ മിഴുങ്ങസിയാന്നും പറഞ്ഞ് നോക്കി നിൽക്കണം. ഷോ കാണിച്ചത് മുഴുവനും വെറുതെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവർ നോക്കി നിൽക്കുന്നു. അപ്പം ദേ ഇനി അയാൾ അലീനയുടെ പിന്നാലെ പോയി അവളെയും പിടിച്ചുകൊണ്ട് തിരിച്ചങ്ങനെ ഇങ്ങോട്ട് വരുമോ എന്ന് വൈജ ചോദിക്കുമ്പം അവൾ എപ്പോഴേ സ്ഥലം വിട്ട് കാണുമെന്ന് പറയുവാണ് ആങ്ങള. അപ്പോൾ ബാലന് പിന്നാലെ ചെന്നിട്ടും കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. കൃഷ്ണമോൾ അയാളുടെ കൂടെ കയറിപ്പോയത് എന്തായാലും നന്നായി, നമുക്ക് വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്ന് പറയുമ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട രാജീവേട്ടാന്ന് പെങ്ങൾ ആങ്ങളയോട് ചോദിക്കുക. അപ്പോൾ രോഹി നീയും ഹരിയും കൂടി ബൈക്കിൽ പോയെന്ന് കറങ്ങിയിട്ട് വേടാ, അവരെവിടെ പോയെന്ന് നോക്കാനും പറഞ്ഞു വിട്ടു. അപ്പോൾ ശരി അങ്കളെന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ പോകാൻ നോക്കുക. ഇനി അഥവാ അയാൾ അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നാൽ ഈ ഗേറ്റിന് ഇപ്പുറത്തോട്ട് കയറ്റിയേക്കരുത് എന്ന് വൈജയോട് പറയുവാണ് ആങ്ങള. റോഡിൽ വെച്ച് തന്നെ തടഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണം, അപ്പം നാട്ടുകാരും കൂടെ ഇടപെട്ടോളുമല്ലോ എന്നൊക്കെ പറയുമ്പം വീട്ടിൽ നിന്ന് ഭാര്യ ഇറക്കി വിട്ടിട്ട് വേലക്കാരി വീട്ടിലോട്ട് കയറ്റണമെന്ന് ഒരു നാട്ടുകാരും പറയത്തില്ല എന്ന് വൈജ വലിയ ആൾ കളിച്ച് പറയുമ്പം അതാണ് നമ്മുടെ പോയിന്റ് എന്ന് ആങ്ങള പെങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴും ഭയങ്കര ചിരിയും ചിരിച്ച് നിൽക്കുക വൈജ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഹരിയും രോഹിത്തും കൂടി നോക്കാൻ പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞു രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. പക്ഷേ എന്നാലും ഉള്ളിലൊരു പേടിയുണ്ട് ബബിതയ്ക്കൊക്കെ, ഇങ്ങനെ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുക. പക്ഷെ വൈജയ്ക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാന്ന് ചോദിച്ചാൽ അതും അറിയാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുകയാണ് വൈജയെ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ബാലൻ വണ്ടി പറപ്പിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും കൃഷ്ണ അച്ഛ കാറ് നിർത്തച്ച പ്ലീസ് ഒന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ നിനക്കെന്താ ഇവിടെ ഇറങ്ങണമെന്ന് ചോദിച്ചു ബാലൻ അന്നേരം. അതുകൊണ്ടല്ല അച്ഛന് വയ്യാണ്ടിരിക്കുകയല്ലേ അച്ഛന്നും കൃഷ്ണ ചോദിക്കുക. അപ്പോൾ നീ ഒരു വാക്ക് പറഞ്ഞോടി എന്നോട്, അലീനെ പിടിച്ച് വെളിയിൽ തലമുതി നോക്കി നിൽക്കുകയല്ലായിരുന്നോ എന്ന് ബാലൻ ചോദിച്ചു. അച്ഛ അവർ വന്നിട്ടുണ്ട് എന്ന് നിനക്ക് എന്നോടൊന്ന് പറയാറുന്നില്ലേ എന്ന് ചോദിച്ചു. കൊച്ചിനും എല്ലാം പറയാനുണ്ടോ, നീയും അവർക്ക് കൂട്ടു നിൽക്കായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്നും ചെയ്തില്ല അച്ഛാ എന്ന് കൃഷ്ണ പറയുമ്പോൾ എടി ഒരു വലിയ അനീതി നടക്കുമ്പോൾ അതിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാതെ കൈയും കെട്ടി നോക്കി നിന്നാൽ അതിൻ്റെ അർത്ഥം ആ അനീതിക്ക് നീയും കൂട്ടുനിന്നു എന്ന് തന്നെയാണെന്ന് അച്ഛൻ മോക്ക് പറഞ്ഞു കൊടുക്കുക. അത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. നിന്നെ ഒരു കുഞ്ഞ് അനുജത്തിയെ പോലെ നോക്കിയവളല്ലേ എടി അലീന, നീ എന്താ അത് മറന്നുപോയോ എന്ന് അച്ഛൻ അലീനയെ പറ്റി ചോദിച്ചപ്പോൾ കൃഷ്ണ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുക. ബാലനാണെങ്കിലും വണ്ടി ഇതിലെല്ലാം പറപ്പിച്ച് നോക്കുക കേട്ടോ, കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ദൂരം വന്നപ്പോൾ ഒരു വെയിറ്റിംഗ് ഷെഡിൽ അലീന നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് ബാലൻ വണ്ടി അവിടെ കൊണ്ടുവന്നങ്ങ് നിർത്തി. അലീന പേടിച്ച് വിറച്ച് അത് പോവാൻ പുറകോട്ട് ഇങ്ങനെ നീങ്ങി പോവുക. കാരണം ഇനി വരാനുള്ളത് എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പേടിച്ച് വിറച്ച് അതിങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവരെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ബാലൻ വണ്ടിയൊക്കെ തുറന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അലീനയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ കൃഷ്ണയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. കൃഷ്ണ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. വന്ന് കാറിൽ കയറാൻ പറഞ്ഞു. അന്നേരത്തേക്കും ഇല്ല വേണ്ട സാർ വേണ്ടാന്നും പറഞ്ഞ് അലീന ഇങ്ങനെ പറയൂ കേട്ടോ. അന്നേരം ബാലചന്ദ്രൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ അത് അനുസരിക്കണമെന്ന് പറയുമ്പം സാർ വേണ്ട എന്ന് അലീന പറഞ്ഞു. ഇനി അങ്ങോട്ട് ഞാൻ വന്നാൽ ശരിയാവത്തില്ല, അത് വേണ്ട എന്നും അലീന ബാലനോട് പറയുക. അപ്പോൾ അലീന ഞാൻ നിന്നെ ബലമായിട്ട് പിടിച്ചുകൊണ്ടേ കാറിൽ കയറ്റും, നാട് റോട്ടിൽ വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത് എന്ന് ബാലൻ പറയുമ്പം വേണ്ട സാർ പ്ലീസ് എന്നെ നിർബന്ധിക്കല്ലേ എന്ന് പറഞ്ഞ് അലീന ഇങ്ങനെ താഴ്ന്ന് കേഴുന്ന് പറയുക. അപ്പോഴേക്കും കൃഷ്ണ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ബാലൻ ബിഗ് ഷോപ്പറും ബാഗും ഒക്കെ എടുത്ത് വണ്ടിയിലേക്ക് വെച്ചു. വന്ന് വണ്ടിയെ കയറാൻ പറഞ്ഞു. സാർ പ്ലീസ് വേണ്ട സാർ, എന്നെ നിന്നോട് വരാൻ പറഞ്ഞാൽ വരണം, വന്ന് കയറിയിരിക്കുക, വന്ന് കയറാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അലീനയെ വണ്ടിയിൽ പിടിച്ച് കയറ്റി ബാലൻ. അപ്പോൾ കൃഷ്ണ ഇങ്ങനെ തിരിഞ്ഞ് നോക്കോട്ടെ. ബാലൻ വണ്ടിയിൽ കയറി ബാലൻ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോണു. ഈ സമയത്ത് ഇവിടെ ഒരു വിവരം അറിയാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ ഇരിക്കുകയാണ് നമ്മുടെ വൈജയും മൂത്ത മോളും ഒക്കെ. മൂത്ത മോൾക്ക് ഒരു കോസരും ഇല്ല. മൂത്ത മോള് മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുക. അച്ഛൻ പോയി, ആങ്ങളെ അന്വേഷിക്കാൻ പോയി, പെങ്ങൾ പോയി, ഇതൊന്നും അവളെ ബാധിച്ചിട്ടേ ഇല്ല. പിന്നെ കാണിക്കുന്നത് രാജീവ് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് ഇങ്ങനെ മൊബൈലും ചെവി പിടിച്ചുകൊണ്ട് നടക്കുക കേട്ടോ. ഒരു രക്ഷയില്ല. വൈജയ്ക്കാണെങ്കിൽ അതിനേക്കാളും വലിയ ടെൻഷനും. അവർ പോയിട്ട് ഒരു വിവരം ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വൈജ ഇങ്ങനെ രാജീവിനോട് പറയുമ്പോൾ പോയവർക്കറിയില്ല തിരിച്ചു വരാൻ, പോയിട്ട് അവർക്ക് സൗകര്യപ്പെടുമ്പോൾ അവർ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അല്ല കൃഷ്ണമോള്
അവളുടെ കാര്യം തന്നെ ഈ പറയുന്നേ. അവൾക്ക് സ്കൂളിൽ പോയി പഠിക്കാനുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പം എന്നോടുള്ള വാശിക്ക് ബാലചന്ദ്രൻ അവളുടെ പഠിപ്പ് വരെ മുടക്കുമെന്നൊക്കെ പറയുമ്പം അങ്ങനെയൊക്കെ ചെയ്യുമോ വൈജയ്? അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു ഈ രാജീവനെ. പിന്നെ എന്തായാലും ബാലചന്ദ്രൻ അലീനെ പിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് ഉറപ്പാണ്. കിട്ടിയിരുന്നെങ്കിൽ അയാൾ ഉറപ്പായിട്ടും അവളെയും കൂടെ തിരിച്ചു വന്നേനെ എന്ന കാര്യം രാജീവൻ വൈജയോട് പറയുന്നു. നിഴലിനോട് യുദ്ധം ചെയ്യുന്ന ഇതിനോടൊക്കെ പറയേണ്ട കാര്യമില്ല, പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ആ സമയത്ത് ബബിത ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് തെണ്ടും കഴിഞ്ഞിട്ട് 2 മക്കളും കൂടെ കയറി വരുന്നത്. മക്കൾ കയറി വന്നപ്പോഴത്തേക്കും ഇവർക്ക് ആകാംക്ഷ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അവരെ കണ്ടോ എന്നൊക്കെ അറിയാം. അപ്പോൾ അവരെവിടെയെങ്കിലും കണ്ടോടാന്ന് ചോദിച്ചു. അപ്പോൾ കാണാൻ പറ്റിയില്ല കൊച്ചച്ച. പിന്നെ ഞങ്ങൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും ട്രാൻസ്പോർട്ടിലും എല്ലായിടത്തും പോയി നോക്കി, അവിടെ ഒന്നുമില്ല. അലീനയും കണ്ടില്ല, അങ്കിളിനെയും കണ്ടില്ല എന്ന് ഈ ഹരി പറയുക. അലീന ബസ് കയറി എറണാകുളത്തിന് പോയി കാണുമെന്നും പിന്നെ ഇവരിതെവിടെ പോയെന്നും രാജീവൻ പറയുമ്പം എന്നാലും ബാലചന്ദ്രൻ്റെ വിവരം എന്താ അറിയാത്തേ എന്ന് വൈജി ഇങ്ങനെ ചോദിക്കുക. അന്നേരം രാജീവിന് മൊത്തത്തിലൊരു സംശയം. രാജീവൻ അന്നേരം തന്നെ ഫോൺ എടുത്ത് തോണ്ടിക്കൊണ്ട് വേറെ അങ്ങോട്ടോ ആരെയോ വിളിക്കാനായിട്ട് പോയി. ആ സമയത്ത് വൈജി ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് ബാലനും പിള്ളേരും കൂടി ആളൊഴിഞ്ഞ ഒരു റബ്ബർ തോട്ടത്തിലൂടെ ഇങ്ങനെ പോകുക കേട്ടോ. അച്ഛനത് എങ്ങോട്ടായി പോണേന്ന് ചോദിച്ചു കൃഷ്ണ. അച്ഛൻ എന്താ ഒന്നും പറയാത്തേ? പറ അച്ഛാന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നില്ലേ അച്ഛാന്നും ചോദിച്ചു കേട്ടോ. അന്നേരം അല്ലാന്ന് പറഞ്ഞു. അല്ലേ? പിന്നെ ഇതെങ്ങോട്ട് പോവുകയാണെന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ ബാലനൊന്നും മിണ്ടുന്നില്ല. ബാലൻ വണ്ടി ഓടിച്ച് പോകുക കേട്ടോ. അലീനയ്ക്കാണ് പേടിയായിട്ട് പാടില്ല. അലീന പേടിച്ച് വരച്ചിങ്ങനെ അതിനകത്ത് ഇരിക്കുക. അങ്ങനെ ബാലൻ വണ്ടിക്ക് സ്പീഡ് കൂട്ടി ഇങ്ങനെ പോവുകയാണ്. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുത്തശ്ശി അവിടെ ഇങ്ങനെ ആകെ ഇതായിട്ട് കിടക്കുന്നു. അപ്പോൾ മുത്തശ്ശിക്ക് കഴിക്കാനുള്ള ഫുഡുമായിട്ട് ബബിത വന്നു. മുത്തശ്ശിക്ക് മീൽസ് എന്നും പറഞ്ഞ് അവിടെ വെച്ചു. അപ്പോൾ നീയാണോടി ഇപ്പോൾ കൊണ്ടുവരുന്നത്? നേരം ഇത് എത്രയായി? മണി 2 കഴിഞ്ഞു എന്ന് പറയുമ്പം അയ്യോ ഇവിടെ ആരും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല എന്നും ബബിത പറയുക. എടി അലീനെ എവിടെ? അവളെ ഒന്ന് വിളിച്ചേടി എന്ന് പറഞ്ഞപ്പം അലീനയെ പറഞ്ഞയച്ചില്ലേ എന്നും ചോദിക്കുക ബബിത. ഇനി എവിടുന്ന് അലീന? അതിന് അവളിവിടുന്ന് പോയില്ലല്ലോ, രാവിലെ വാതിൽ പൂട്ടിയിട്ടേക്കുമല്ലായിരുന്നു എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം അതൊക്കെ എപ്പോഴേ തുറന്നപ്പോൾ അവൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു. അന്നേരം എൻ്റെ പൊന്നും മുത്തശ്ശി, അതിനുശേഷം ഇവിടെ പല അംഗങ്ങളും നടന്നു എന്ന് ബബിത പറയുക. എന്തോന്നാടി നീ പറയുന്നേ? അതെ, മാനുവേട്ടൻ വന്നിട്ട് പോയില്ലേ? അത് കഴിഞ്ഞപ്പോൾ രാജീവ് അങ്കിളും ഹരിയേട്ടനും കൂടെ വന്നു. എല്ലാവരും കൂടി ചേർന്ന് അവളെ പീഡിച്ച് വലിച്ച് ഡൈനിങ് റൂം മുതൽ ആ ഗേറ്റ് വരെ വലിച്ചുകൊണ്ട് പോയി എന്ന് ബബിത പറയുക. അയ്യോ എൻ്റെ ഈശ്വര! എന്നിട്ടിപ്പോൾ എന്നാ റോട്ടിലൂടെ ഒക്കെ ഇറക്കി വിട്ടു. അവളുടെ കെട്ടും പാണ്ടും എടുത്ത് എല്ലാ റോട്ടിലോട്ടങ്ങ് എടുത്ത് എറിഞ്ഞു എന്നും ബബിത വലിയ അന്തസ്സോടുകൂടി പറയുക. എടി ഉള്ളതാണോടി എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് അവൾ അതെല്ലാം പെറുക്കി എടുത്തുകൊണ്ട് സ്ഥലവും വിട്ടു എന്ന് ബബിത പറയുക. അപ്പോൾ പോയോ അവള്? അത് തന്നെയല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്. മുത്തശ്ശിക്ക് എന്താ മനസ്സിലാവുന്നില്ലേ? ബാലചന്ദ്രൻ ഇതൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പം അച്ഛനും അറിഞ്ഞു. അച്ഛൻ അപ്പം തന്നെ കാറും എടുത്തുകൊണ്ട് അവളുടെ പിന്നാലെ പോയിട്ടുണ്ടെന്നും ബബിത പറയുക. ഷോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശി ഇരിക്കുക. കൃഷ്ണ ആ കാറിനകത്ത് പോയി പിടച്ച് കയറിയിട്ടുണ്ട്. അവളും പോയോ? പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ഈശ്വരന്മാരെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നേ? ബാലചന്ദ്രന് എന്തിന് അവളെ പിടിച്ചിറക്കി വിട്ടാ ബാലചന്ദ്രൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വരത്തില്ലേടി എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുക. ഇവിടെ എന്നതൊക്കെയാണ് നടക്കുന്നേ? എടി നിനക്കൊന്നും ഇത്രയ്ക്ക് ബോധമില്ലേടി എന്നൊക്കെ ചോദിക്കുമ്പം ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. രാജീവ് അങ്കിളും ഹരിയേട്ടനും റോഹിയേട്ടനും നോക്കിയിരിക്കുക, അവർ വരുന്നത് നോക്കിയിരിക്കുക. ഇനി അവൾ ഗേറ്റിന് ഇപ്പുറത്തോട്ട് കടക്കത്തില്ല എന്നും പറഞ്ഞു. അപ്പോൾ ബാലൻ പോയി വിളിച്ചുകൊണ്ട് വന്ന് എന്നാ ചെയ്യും? അപ്പോൾ കുറ്റിച്ചൂലിനടിക്കുക അവളുടെ തലമണ്ടക്കെട്ട്. എടി അവളെയല്ലേ അടിക്കാൻ പറ്റത്തുള്ളൂ, നിൻ്റെ അച്ഛനെ അടിക്കാൻ പറ്റുമോടി എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ തടയാനേ രാജീവ് അങ്കിളും ഹരിയേട്ടനും റോഹിയേട്ടനും ഉണ്ടെന്ന് ബബിത വലിയ അന്തസ്സോട് പറയുമ്പോൾ ബാലചന്ദ്രനെ തടയാനോ? അവൻ്റെ മേലെ നൊന്തവൻ വെറുതെ വിടുവോടി? വീട്ടിൽ കയറി തല്ലിയെന്നും പറഞ്ഞ് അവൻ കേസ് കൊടുത്താൽ എല്ലാ എണ്ണം ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്നും മുത്തശ്ശി ബബിതയോട് പറയുക. അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി, അലീന പോയി. അച്ഛനും കൃഷ്ണമോളും കുറേ നേരം ചുറ്റി തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വന്നോളൂ എന്നും ബബിത മുത്തശ്ശിയോട് പറയുമ്പോൾ ഞാൻ നിന്നോടുള്ള കാര്യം പറയാമല്ല കുഞ്ഞെ, ഇത് നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം മുത്തശ്ശിയുടെ കരുനാക്കൊണ്ടൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു ഒച്ച വയ്ക്കുക മുത്തശ്ശിയോടും ബബിത. അയ്യോ നീയൊക്കെ വരുന്നിടത്ത് വെച്ച് അനുഭവിക്കടി, അല്ലാണ്ട് എന്നാ പറയാനാണെന്ന് പറഞ്ഞ് മുത്തശ്ശി കിടക്കുമ്പോഴത്തേക്കും ബബിത ഇറങ്ങിപ്പോയി. മുത്തശ്ശിക്ക് ആകെ പേടിയാ. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജീവൻ ഹരിയും കൂട്ടി വീട്ടിലോട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി കമല നിൽക്കുക എന്താ എന്നറിയാൻ. അപ്പോൾ എത്ര നേരമായി നിങ്ങൾ പോയ കാര്യങ്ങൾ നടന്നോ എന്താ അതോ ഇല്ലയോ പറയാൻ പറയുമ്പം ഉദ്ദേശിച്ച കാര്യം നടത്തിയിട്ട് തന്നെ ഇങ്ങ് പോന്നിരിക്കുന്നതെന്ന് രാജീവ് പറയാം. അവളെ അടിച്ച് പുറത്താക്കിയോ എന്ന് ചോദിച്ചപ്പം ഭയങ്കര ചിരി. രണ്ടുപേരും ഇതൊക്കെ ചോദിക്കണോ? അതിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ അങ്ങോട്ട് പോയത്? എങ്ങനെയായിരുന്നു സംഭവം ഒന്ന് പറഞ്ഞു ഹരി എന്നും പറഞ്ഞുകൊണ്ട് കമല ഭയങ്കര സന്തോഷത്തോടെ ചോദിക്കുമ്പം അലീനയെ ഞങ്ങൾ ഡൈനിങ് റൂമിലിട്ട് പിടിച്ചു.
ആൻറ്റിയും ബബിതയും ഞാനും കൂടി പിടിച്ച് വലിച്ച് സിറ്റ് ഔട്ടിൽ എത്തിച്ചു. അപ്പോൾ അവൾ എതിർത്തില്ലേ? ആ ചെറുതായിട്ടൊന്ന് ബലം പിടിച്ച് നോക്കി. പക്ഷേ നമ്മൾ വിട്ടു കൊടുക്കും അമ്മേ. അവളെ വായും പൊത്തി വലിച്ചഴിച്ചുകൊണ്ട് അവളെ റോട്ടിൽ കൊണ്ട് തള്ളി. അപ്പോൾ അവൾ നിലവിളിച്ചില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ദേ അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അവൾക്കിട്ട് 2 അടിയും കൂടെ കൊടുത്ത് വിടായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പം റോഡല്ലേ കമലയിടത്തി, ആൾക്കാരൊക്കെ നോക്കി നിൽക്കല്ലേ, സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നല്ലേ നിയമം. പിന്നെ ആരെങ്കിലും വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ മതി, നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടതായിട്ട് വരുമെന്ന് പറയുമ്പം ശരിയാ. അല്ല, അവൾ അവിടെ എങ്ങാനും ചുറ്റിപ്പറ്റി നിൽപ്പുണ്ടോ അതോ പോയോ? സ്ഥലം വിട്ടെന്നേ. അവളുടെ ബാഗ് രോഹിത് എടുത്ത് റോഡിലേക്ക് ഒരു ഒറ്റ ഏറായിരുന്നു എന്ന് ഹരി പറയുമ്പം എന്തായാലും വൈജ രക്ഷപ്പെട്ടല്ലോ, രാജീവനെ കൊണ്ട് അത്രയും സാധിച്ചല്ലോ എന്നും കമല പറയുക. ആണുങ്ങളായ ഇങ്ങനെ വേണം എന്നും പറഞ്ഞ് കമല ഭയങ്കര ഇതിലിങ്ങനെ പറയുന്നു. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് കമലയിടത്തി. എന്ത് പ്രശ്നം? എന്താ പ്രശ്നം പറ്റിയത് വേറെ? അത് പിന്നെ ബാലചന്ദ്രൻ ഈ വിവരം അറിഞ്ഞ ഉടനെ കാറും എടുത്ത് അവളുടെ പിന്നാലെ അങ്ങ് പോയി. ആണോ? അപ്പോൾ ബാലചന്ദ്രൻ അറിയാതെയാണോ നിങ്ങൾ അവളെ പിടിച്ചു വലിച്ച് പുറത്താക്കിയതെന്ന് കമല ചോദിക്കുമ്പോൾ ഞങ്ങൾ നേരിട്ട് ബാലചന്ദ്രനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, വെറുതെ അയാൾക്ക് ടെൻഷനാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ ഭയങ്കര ദേഷ്യത്തിലാണോ പോയതെന്ന് ചോദിച്ചു കമല. അതൊന്നും അറിഞ്ഞൂടാ. കാർ എടുത്തുകൊണ്ട് വന്നപ്പോൾ കൊച്ചൻ കാർ എടുപ്പിക്കാനൊക്കെ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് വെറുതെ പേടിപ്പിക്കാനാണെന്ന് പറഞ്ഞു രാജീവ് അങ്ങനെ ഇതാവുക. അപ്പോൾ കൃഷ്ണചന്ദ്രൻ്റെ കൂടെ കാറ് കയറി പോയിട്ടുണ്ട്, അതെന്തായാലും നന്നായി. എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ അറിയാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശരിയാ, ബാലചന്ദ്രൻ അവളെ വഴിയിലെങ്ങാനും ഇറക്കി വിടുവോ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും എന്തായാലും ചെയ്യത്തില്ല എന്ന് രാജീവൻ കമലോട് പറഞ്ഞു. ഇനി എങ്ങാനും രണ്ടാമത് ചെന്ന് ലീനെ പിടിച്ചുകൊണ്ട് വരുമോ ബാലചന്ദ്രൻ എന്ന് ചോദിക്കുമ്പം അവൾ അപ്പം തന്നെ പോയി എറണാകുളത്ത് എത്തി കാണുമെന്ന് ഇയാൾ പറയുക. അപ്പോൾ നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? കഴിക്കാൻ എവിടെ നിന്ന്? എന്നാൽ പിന്നെ കൈ കഴിയിട്ടു, ഞാൻ ചോറെടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞ് കമല കഴിക്കാൻ പോയി. രാജീവൻ ഇങ്ങനെ എന്തോ വലിയ നേട്ടം കൊയ്ത ഒരു അന്തസ്സോടു കൂടി അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഇവർ 3 പേരും കൂടി ഒരു വീട്ടിൽ വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇറങ്ങാൻ പറഞ്ഞു കൃഷ്ണയോട്. കൃഷ്ണ ഇറങ്ങി. അലീനെ ഇറങ്ങാതെ വണ്ടിയിൽ ഇരിക്കുമ്പം ഇവിടം വരെ ഉള്ളൂ, ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബാലൻ അലീനയും വണ്ടിയിൽ നിന്ന് ഇറക്കി പെട്ടിയും കിടക്കിയൊക്കെ ആയിട്ട് അവരിങ്ങനെ ഇറങ്ങി. എന്നിട്ട് അവരിതേ അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ. അവിടെ ചെന്നു റൂമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ അവിടുന്ന് ഇവർക്കുള്ള റൂമിൻ്റെ കീയും മേടിച്ച് ഇവരങ്ങോട്ടേക്ക് ചെല്ലുക. അവിടെ എല്ലാം എഴുതിയൊക്കെ കൊടുത്തിട്ട് ഇവരെ മുറിയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അവർ നമ്മളിനി ഇവിടെയാണോ താമസിക്കാൻ പോകുന്നതെന്ന് കൃഷ്ണ അന്നേരം അച്ഛനോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ എന്താ സംശയം എന്ന് ബാലൻ മകളോട് ചോദിക്കുക. അപ്പോൾ കൃഷ്ണ ഇങ്ങനെ അലീനെ ഒന്നിങ്ങനെ നോക്കി. അപ്പോൾ അലീനയ്ക്കും ബാലനും മാത്രം കാര്യങ്ങൾ അറിയാം, കൊച്ചിന് വിവരങ്ങളൊന്നും അറിയില്ല. അലീന അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് ഇവരുടെ ബാഗൊക്കെ അവിടുത്തെ സ്റ്റാഫ് എടുത്തുകൊണ്ടുപോയി ഇവരുടെ റൂമിൽ വെച്ചു. അങ്ങനെ റൂമിൽ കൊണ്ടുവന്ന് വെച്ച് ഇവർ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫിനോട് എന്ത് ആവശ്യം പറഞ്ഞാലും ഇവിടെ റൂമിൽ തന്നെ കിട്ടുമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ റൂം സെറ്റല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ സാർ എന്നൊക്കെ ചോദിച്ചു. ഫുഡൊക്കെ കിട്ടും, എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് അയാൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അയാൾ പോയി കഴിഞ്ഞപ്പോഴും ഹലീന ഇങ്ങനെ ഒരു മൂലയിൽ മാറി ഇങ്ങനെ പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതിന് പേടിയായിട്ട് പാടില്ല. അപ്പോൾ കൃഷ്ണയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ലേ. കൃഷ്ണ ഇങ്ങനെ ആകെ വല്ലാണ്ടായിട്ടിരിക്കുക. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ള ആ ഒരു പേടി. ബാലൻ എന്നിട്ട് കർട്ടനൊക്കെ മാറ്റി ബാൽക്കണിയിലെ ഡോറൊക്കെ തുറന്ന് ഇങ്ങനെ അവിടെ പോയി ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. അലീനയുടെ തോളയിൽ കിടക്കണ ഭാഗം അങ്ങനെ തന്നെ ഇറുക്കി പിടിച്ചുകൊണ്ട് ഒരു സപ്പോർട്ടായിട്ട് അലീന അവിടെ നിൽക്കുക. ആ സമയത്ത് ബാലൻ അലീന നീങ്ങ് വന്നേ എന്നും പറഞ്ഞ് അലീനയെ അടുത്തേക്ക് വിളിച്ചു. അപ്പോൾ അലീന അടുത്തേക്ക് ചെന്നു. പേടിച്ച് രാവിലെ നടന്നതൊക്കെ നീ വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു ബാലൻ. മറക്കണം, ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അതൊക്കെ എനിക്കറിയാം. നമുക്കതൊക്കെ ചുരുട്ടിക്കൂട്ടി മനസ്സിൻ്റെ ഒരു കോണിലോട്ട് മാറ്റി വെക്കാമെന്ന് ബാലൻ അലീനയോട് പറയൂ കേട്ടോ. അതിന് പേടിയാണ്. ഞാനിങ്ങനെ ആയതിലും എൻ്റെ കുടുംബം ഇങ്ങനെ ആയതിലും നിനക്കും കൊണ്ടൊരു പങ്ക് എന്ന് ബാലൻ അലീനയോട് പറയുമ്പോൾ അലീന ഇങ്ങനെ പാവം പേടിച്ച് ബാലനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റാ.